ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയും യുകെയും സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവച്ചു. കരാറിലൂടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വ്യാപാര സാധ്യതകൾ ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 ദിവസത്തെ യുകെ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മാൽദ്വീപ്സിൽ എത്തും. പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവുമായി കൂടിക്കാഴ്ച നടത്തും. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ദേശീയ സഹകരണ നയം 2025 കേന്ദ്രമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. 2047ഓടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുന്നതിൽ നയം നിർണായകമെന്ന് കേന്ദ്രമന്ത്രി. കേരളത്തിൽ കനത്ത മഴ തുടരും. നാളെ 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് നിയന്ത്രണം. അങ്കാറ എയർലൈൻസിന്റെ റഷ്യൻ വിമാനം തകർന്നു വീണ് 49 യാത്രക്കാരും മരിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ത്യയും യുകെയും സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമറുമായി ലണ്ടനിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കരാറിൽ ഒപ്പുവച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ ചരിത്രപരമായ ദിവസമാണിതെന്ന് സംയുക്ത പ്രസ്താവനയിൽ ശ്രീ നരേന്ദ്രമോദി വിശേഷിപ്പിച്ചു. ഇന്ത്യൻ വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, ആഭരണങ്ങൾ, സമുദ്രോൽപ്പന്നം, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കൾ എന്നിവയ്ക്ക് കരാറിലൂടെ കൂടുതൽ വ്യാപാര സാധ്യത ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. आज हमारे संबंधों में एक ऐतिहासिक दिवस है. मुझे प्रसन्नता है कि कई वर्षों की मेहनत के बाद आज दोनों देशों के बीच कॉम्प्रिहेंसिव इकोनॉमिक एंड ट्रेड एग्रीमेंट संपन्न हुआ है. यह समझौता मात्र आर्थिक साझेदारी नहीं बल्कि साझा समृद्धि की योजना. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പിൻവാങ്ങിയ ശേഷം യുകെ കൈക്കൊണ്ട ഏറ്റവും വലുതും നിർണായകവുമായ വ്യാപാര കരാറാണ് ഇന്ത്യയുമായി ഒപ്പുവച്ചതെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ പ്രതികരിച്ചു. This is the biggest and most economically significant trade deal that the UK has made since leaving the EU. It's one of the most comprehensive deals that India has ever done. So thank you, Prime Minister, for your leadership and for your pragmatism. Today we're announcing nearly £6 billion in investment and export wins between India and the United Kingdom, creating over 2,200 jobs for British workers. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലായിരുന്നു ഇന്ത്യ യുകെ പ്രധാനമന്ത്രിമാരുടെ കൂടിക്കാഴ്ച നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിട്ടീഷ് രാജാവ് ചാൾസ് മൂന്നാമനെയും സന്ദർശിക്കും. 2 ദിവസത്തെ യുകെ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മാൽദ്വീപ്സിൽ എത്തും. പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. മാൽദ്വീപ്സിന്റെ 60ാം സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിൽ ശ്രീ നരേന്ദ്രമോദി മറ്റന്നാൾ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ഇന്ത്യ യുകെ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവച്ചതിനെ സ്വാഗതം ചെയ്ത് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ഉഭയകക്ഷി സാമ്പത്തിക ബന്ധങ്ങളിൽ നിർണായക മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതാണ് കരാറെന്ന് CII പ്രതികരിച്ചു. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ആദ്യം 2 മണിവരെ നിർത്തിവച്ച ലോക്സഭ വീണ്ടും ചേർന്നെങ്കിലും പിരിയുകയായിരുന്നു. ചോദ്യോത്തര വേള തടസ്സപ്പെടുത്തരുതെന്നും സഭയുടെ അന്തസ് ഉയർത്തുന്ന രീതിയിൽ അംഗങ്ങൾ പെരുമാറണമെന്നും സ്പീക്കർ ഓം ബിർള പറഞ്ഞു. രാജ്യസഭയിൽ ബില്ലുകൾ പരിഗണനയ്ക്കെടുത്തെങ്കിലും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ആദ്യം 2 മണിവരെയും പിന്നീട് ഇന്നത്തേക്കും പിരിയുകയായിരുന്നു. കാലാവധി പൂർത്തിയാക്കിയ 6 രാജ്യസഭാംഗങ്ങളുടെ യാത്രയപ്പും പുതിയ അംഗമായ ഉജ്വൽ നിഗമിന്റെ സത്യപ്രതിജ്ഞയും ഇന്ന് സഭയിൽ നടന്നു. ഇന്ത്യയിൽ 33 ബോയിംഗ് 787 ഡ്രീം ലൈനർ വിമാനങ്ങളുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. ഇതിൽ 31 എണ്ണത്തിന്റെ പരിശോധന പൂർത്തിയായതായും 8 വിമാനങ്ങളിൽ ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്തിയതായും വ്യോമയാന സഹമന്ത്രി മുരളീധർ മൊഹോ ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ അറിയിച്ചു. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ശേഷം വിമാനങ്ങൾ വിട്ടയച്ചതായും അദ്ദേഹം പറഞ്ഞു. കലാ ഉത്സവിന്റെ 2ാം പതിപ്പിൽ പങ്കെടുക്കാൻ എത്തിയ 29 കലാകാരന്മാർ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ സന്ദർശിച്ചു. കലാ ഉത്സവിന്റെ ഭാഗമായി ഈ മാസം 14 മുതൽ രാഷ്ട്രപതി ഭവനിൽ കഴിയുകയാണ് ഝാർഖണ്ഡ്, ഒഡീഷ, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ. രാജ്യത്തെ സെമി കണ്ടക്ടർ ഡിസൈൻ മേഖല അനുദിനം ശക്തി പ്രാപിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേന്ദ്ര IT മന്ത്രാലയത്തിന്റെ ഡിസൈൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതിയുടെയും ചിപ്സ് ടു സ്റ്റാർട്ടപ്പ് പദ്ധതിയുടെയും സഹകരണത്തോടെയാണ് ഇത് സാധ്യമായതെന്നും അദ്ദേഹം പറഞ്ഞു. ചിപ്പ് ഡിസൈൻ പദ്ധതിക്ക് കീഴിൽ സ്റ്റാർട്ടപ്പായ നേത്രസെമിക്ക് 107 കോടി രൂപയുടെ വെഞ്ചർ ക്യാപിറ്റൽ നിക്ഷേപം ലഭിച്ചു.
റിലയൻസ് അനിൽ അംബാനി ഗ്രൂപ്പ് കമ്പനികൾക്കെതിരെയുള്ള വായ്പാ തട്ടിപ്പ്, കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് എന്നിവയുമായി ബന്ധപ്പെട്ട് 35 ഇടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തിരച്ചിൽ നടത്തി. 50 കമ്പനികളിലായി 25-ലധികം പേരിലാണ് അന്വേഷണം നടക്കുന്നത്. 2017-നും 2019-നും ഇടയിൽ സ്വകാര്യ ബാങ്കിലേക്ക് 3000 കോടിയിലധികം രൂപയുടെ വായ്പാ തിരിമറി നടന്നിട്ടുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതായി ED അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന്. പരിപാടിയുടെ 124-ാം പതിപ്പ് രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യും. പൊതുജനങ്ങൾക്ക് നരേന്ദ്രമോദി ആപ്പിലൂടെയും മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയും 1800-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലും നാളെ വരെ അഭിപ്രായങ്ങളും ആശയങ്ങളും അറിയിക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ദേശീയ സഹകരണ നയം 2025 കേന്ദ്രമന്ത്രി അമിത് ഷാ ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. 2047ഓടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുന്നതിൽ ദേശീയ സഹകരണ നയം നിർണായക സംഭാവനകൾ നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. താഴെ തട്ടിലുള്ളവരെ കൂടി ഉൾപ്പെടുത്തി അഭിവൃദ്ധി എന്ന ദർശനം സാക്ഷാത്കരിക്കുകയാണ് നയത്തിന്റെ ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. नरेंद्र मोदी सरकार ने एक लक्ष्य रखा है कि 2027 में हम विश्व के तीसरे नंबर के अर्थतंत्र बनकर उभर आएंगे और मुझे विश्वास है हम चौथे नंबर पर पहुंच गए हैं, तीसरे नंबर पर जरूर पहुंच. परंतु इसके साथ साथ 140 करोड़ नागरिकों के सम विकास की भी जिम्मेदारी भारत की. सबका सामूहिकता के साथ विकास हो, सबका सम विकास हो और सबके विकास के माध्यम से देश का विकास हो, ऐसा मॉडल बनाना ये भारत का मूल. ചൈനീസ് പൌരന്മാർക്കുള്ള ടൂറിസ്റ്റ് വിസ 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ പുനരാരംഭിച്ചു. ഓൺലൈൻ അപേക്ഷയും ആവശ്യമായ രേഖകളും ബീജിംഗ്, ഷാങ്ഹായ്, ഗ്വാങ്ഷോ എന്നിവിടങ്ങളിലെ ഇന്ത്യൻ വിസ അപേക്ഷാ കേന്ദ്രങ്ങളിൽ നേരിട്ട് നൽകാവുന്നതാണെന്ന് ബീജിംഗിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കൈലാസ് മാനസ സരോവർ തീർത്ഥാടനം പുനരാരംഭിച്ചതിന് പിന്നാലെയാണ് നടപടി. അങ്കാറ എയർലൈൻസിന്റെ റഷ്യൻ വിമാനം അമുർ പർവ്വത മേഖലയിൽ തകർന്നു വീണ് 49 യാത്രക്കാരും മരിച്ചു. 5 കുട്ടികളും 6 ജീവനക്കാരും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. റഷ്യ ചൈന അതിർത്തിയായ ടിൻഡയിലേക്ക് പോകുകയായിരുന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ലാൻഡിംഗിന് തൊട്ടു മുൻപ് വിമാനത്തിന് തീപിടിക്കുകയും വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാവുകയുമായിരുന്നു. മോശം കാലാവസ്ഥയും കാഴ്ച പരിമിതിയുമാണ് അപകട കാരണം എന്നാണ് വിലയിരുത്തൽ. സൈബീരിയൻ എയർലൈനായ അങ്കാരയുടെ അന്റോനോവ് N-24 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. മാഞ്ചസ്റ്റർ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരായ 4ാം ടെസ്റ്റിന്റെ 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 358 റൺസിന് പുറത്ത്. 4 വിക്കറ്റിന് 264 റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് ഇന്നലെ അവസാനിപ്പിച്ച ഇന്ത്യ 2ാം ദിനമായ ഇന്ന് 94 റൺസ് കൂടി ചേർക്കുന്നതിനിടെ പുറത്താകുകയായിരുന്നു. ഇന്ത്യയ്ക്ക് വേണ്ടി വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് അർദ്ധ സെഞ്ചുറി നേടി. പരമ്പരയിൽ 2-1 പിന്നിലുള്ള ഇന്ത്യയ്ക്ക് ഈ മത്സരം നിർണായകമാണ്. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ ഉന്നതി ഹൂഡ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. ചാങ്ഷൌവിൽ നടന്ന പ്രീ ക്വാർട്ടർ മത്സരത്തിൽ 2 തവണ ഒളിമ്പിക് മെഡൽ ജേതാവായ PV സിന്ധുവിനെയാണ് ഹൂഡ തോൽപ്പിച്ചത്. ഇതോടെ ഹൂഡ ചൈന ഓപ്പൺ ക്വാർട്ടർ ഫൈനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമായി. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ മുൻനിര ജോഡികളായ സാത്വിക് സായിരാജ്, രംഗറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം ഇന്തോനേഷ്യൻ ജോഡിയെ പരാജയപ്പെടുത്തി ക്വാർട്ടർ ഫൈനലിൽ കടന്നു. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്ന വയനാട്, ഇടുക്കി ജില്ലകളിൽ ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ തസ്തിക സൃഷ്ടിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയുടെ 2ാം ഘട്ട ക്യാമ്പസ് നിർമ്മാണത്തിനായി 28 ഏക്കർ ഭൂമി കൈമാറാനും ധാരണയായി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ മന്ത്രിസഭായോഗം ദുഃഖം രേഖപ്പെടുത്തി. 2006 മുംബൈ ട്രെയിൻ സ്ഫോടന കേസിലെ 12 പ്രതികളെയും വിട്ടയച്ച ബോംബെ ഹൈക്കോടതി വിധി സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. വിധി ചോദ്യം ചെയ്ത് മഹാരാഷ്ട്ര സർക്കാർ സമർപ്പിച്ച അപ്പീലിലാണ് നടപടി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയും UKയും സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവച്ചു. കരാറിലൂടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വ്യാപാര സാധ്യതകൾ ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 ദിവസത്തെ UK സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മാൽദീവ്സിൽ എത്തും. പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവുമായി കൂടിക്കാഴ്ച നടത്തും. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ദേശീയ സഹകരണ നയം 2025 കേന്ദ്രമന്ത്രി അമിത് ഷാ ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. 2047ഓടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുന്നതിൽ നയം നിർണായകമെന്ന് കേന്ദ്രമന്ത്രി.
കേരളത്തിൽ കനത്ത മഴ തുടരും. നാളെ 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് നിയന്ത്രണം. അങ്കാറ എയർലൈൻസിന്റെ റഷ്യൻ വിമാനം തകർന്നു വീണ് 49 യാത്രക്കാരും മരിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.